ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഫിംഗർ പ്രിന്റ് സെർച്ചർ പരീക്ഷ കഴിഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളതൊന്ന് പറയാമോ? എങ്ങനെ ചോദ്യങ്ങൾ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? നമ്മൾ പൊതുവെ വിലയിരുത്തുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് പരീക്ഷയായിരുന്നു. സമാനമായ സിലബസിൽ നടന്ന HSAക്കാളും കുറച്ചും കൂടെ ഉയർന്ന നിലവാരമുള്ള, കുറച്ചും കൂടെ ചിന്തിച്ച് ഒക്കെ എഴുതേണ്ട തലത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഫിസിക്സിലും കെമിസ്ട്രിയിലും ഉണ്ടായിരുന്നത്. ഫിസിക്സിനെ സംബന്ധിച്ച് കുറെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളും പ്രോബ്ലംസും ഉണ്ടായിരുന്നു. പക്ഷേ ഡയറക്റ്റ് ഇക്വേഷൻസ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ സ്റ്റിൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ട തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കെമിസ്ട്രിയിലും അതുപോലെ തന്നെ കുറച്ച് തിങ്ക് ചെയ്ത് ചിന്തിച്ച് എഴുതേണ്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. അതേസമയം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് നിലവാരം അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് നിലവാരം നമുക്ക് ഒരു പൊതുവെ അതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് പോകാം. I+ തയ്യാറാക്കിയിട്ടുള്ള ടെന്റേറ്റീവ് ആൻസർ കീ ആണ് ഡി, കോഡ് ഡി, ക്വസ്റ്റ്യൻ കോഡ് ഡി അനുസരിച്ചാണ് ഈ ഒരു ചോദ്യം. ക്വസ്റ്റ്യൻ കോഡ് ഡി ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഫിസിക്സിൽ നിന്നാണ്. ആദ്യത്തെ 50 ചോദ്യങ്ങൾ. എ കാർ ഹോൺ എമിറ്റ്സ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 500 ഹെർട്സ് ഇഫ് ദ കാർ മൂവ്സ് ടുവേർഡ്സ് എ സ്റ്റേഷനറി ഒബ്സർവർ വിത്ത് എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി അപ്രോക്സിമേറ്റ്ലി ഡോപ്ലർ എഫക്റ്റിൽ നിന്നുള്ള ചോദ്യമാണ്. ഡോപ്ലർ എഫക്റ്റിന്റെ ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ 550 ഹെർട്സ് ആണ്. രണ്ടാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻസ് പോസ്റ്റുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്താണ്? ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ്. ഡയറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം എ മൂവിംഗ് ക്ലോക്ക് അപ്പിയേഴ്സ് ടു ടിക്ക് വൺസ് എവറി 2.5 seconds ഫോർ എ സ്റ്റേഷനറി ഒബ്സർവർ. ഇഫ് ദ ക്ലോക്ക്സ് പ്രോപ്പർ പീരീഡ് ഈസ് 2 seconds ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ക്ലോക്ക്. ഇതും ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ ഒക്കെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. 0.6c എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. നാലാമത്തെ ചോദ്യം എ സോപ്പ് ബബിൾ ഓഫ് റേഡിയസ് 2 cm ഹാസ് സർഫസ് ടെൻഷൻ ഓഫ് 0.03 Nm/m. ദി എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ബബിൾസ്. ഇത് സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. സിമ്പിൾ പ്രോബ്ലം ആണ്. 6 Nm/m² എന്നുള്ളതാണ് പ്രഷറിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എ കോപ്പർ വയർ ഓഫ് ലെങ്ത് 2 meter ആൻഡ് റേഡിയസ് 1 mm is hung vertically and loaded with a weight of 1 kilogram. യങ്സ് മോഡൽസ് തന്നിട്ടുണ്ട്. ഇലോങ്ങേഷൻ എത്ര ഉള്ളതാണ്? മറ്റേ നമ്മുടെ F=2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് L=2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്തെടുക്കുമ്പോൾ ആൻസർ 3 × 10⁻⁴ മീറ്റർ എന്നുള്ളതാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ആറാമത്തെ ചോദ്യം എ ബോഡി അണ്ടർഗോസ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ്. ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ വിൽ ബി മാക്സിമം when the driving frequency equals. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഡ്രൈവിംഗ് ഫ്രീക്വൻസി എപ്പോഴാണ് മാക്സിമം ആവുന്നത് എന്നുള്ളത് നാച്ചുറൽ ഫ്രീക്വൻസി ആവുമ്പോഴാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ മാക്സിമം ആവുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. എ ബോഡി ഓഫ് മാസ് 5 kg ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ 2 perpendicular forces 6 N and 8 N. ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡീസ്. അപ്പോൾ ഇത് നമ്മുടെ ആക്സലറേഷൻ ആദ്യം റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. റിസൾട്ടന്റ് ഫോഴ്സ് F കണ്ടുപിടിക്കുക. പിന്നെ F=ma എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് A=F/m ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 m/s² എന്ന ആക്സലറേഷന്റെ ആൻസർ കിട്ടും. എട്ടാമത്തെ ചോദ്യം എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഓഫ് 20 N ആക്ട്സ് ഓൺ എ ബോഡി ഓഫ് മാസ് 4 kg മൂവിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. The body moves 5 meters. The work done by the force. ഇത് സിമ്പിൾ ചോദ്യമാണല്ലേ. വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞതുപോലെ 100 ജൂൾ എന്ന് നമുക്ക് കിട്ടും. ജൂൾ ആണ് ജൂൾ. Then a bullet of mass 0.01 kg is fired into a block of 2 kg resting on a smooth surface. If the bullet embeds in the block, the velocity of the bullet before impact is 300 m/s. Find their common velocity. അത് ആ ഒരു വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ 1.5 m/s. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. പത്താമത്തെ ചോദ്യം എ സോളിഡ് സ്ഫിയർ ആൻഡ് എ സോളിഡ് സിലിണ്ടർ ഈച്ച് ഓഫ് സെയിം മാസ് ആൻഡ് റേഡിയസ് റോൾ ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ വിച്ച് വൺ റീച്ചസ് ദ ബോട്ടം ഫസ്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? നമുക്കറിയാം ഇത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും കൂടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻസ് വെച്ചിട്ട് ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉള്ള സംഗതിയാണ് ആദ്യം എത്തുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഓപ്ഷൻ എ സ്ഫിയർ ഈസ് ദ കറക്റ്റ് ആൻസർ. 11ാമത്തെ ചോദ്യം ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡാംപ്ഡ് ഓസിലേറ്റർ ഡിക്രീസസ് ടു ഹാഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ ഇൻ 10 seconds. ദ ലോഗരിതമിക് ഡിക്രിമെന്റിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ ഓപ്ഷൻ എ 0.069 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. 12ാമത്തെ ചോദ്യം 2 waves y1 and y2 are superimposed. The resultant amplitude. അപ്പോൾ രണ്ട് വേവുകൾ ഇമ്പോസ് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡിന്റെ എയുടെ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ ഓപ്ഷൻ ബി 0.028 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ വരിക. 13ാമത്തെ ചോദ്യം കോർ മെറ്റീരിയൽ വിത്ത് എ വെരി നാരോ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഈസ് ഡിസൈറബിൾ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ വളരെ നാരോ ആയിട്ടുള്ള ഹിസ്റ്ററിസിസ് ലൂപ്പ് എവിടെയാണ് ആവശ്യമായിട്ട് വരിക? ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫോർ ആൻ RC ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ദ കറക്റ്റ് കണ്ടീഷൻ ഓഫ് പ്രോപ്പർ ഡിഫറൻഷിയേഷൻ. അപ്പോൾ പ്രോപ്പർ ഡിഫറൻഷിയേഷൻ വേണ്ടിയിട്ടുള്ള RC ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിന്റെ കറക്റ്റ് കണ്ടീഷൻ RC <2, വെരി ലെസ് ദാൻ T. RC വെരി ലെസ് ദാൻ T എന്നുള്ളതാണ്. 15ാമത്തെ ചോദ്യം ദി എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഓഫ് 2H ക്യാരിങ് 1 ആംപിയർ കറന്റ്. അത് എത്രയാണ്? ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1 ജൂൾ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ.
16ാമത്തെ ചോദ്യം, എ കറന്റ് സോഴ്സ് ഓഫ് 0.1 ആംപിയർ ഹാസ് പാരലൽ ഇന്റേണൽ റെസിസ്റ്റൻസ് 10 ohm. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ 10 ohm ലോഡ്. ഫൈൻഡ് ദ കറന്റ് ത്രൂ. അപ്പൊ പാരലൽ ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞ ഈ നമ്മുടെ ആ ലോഡിൽ കറക്റ്റ് ആ ഒരു 0.02 ലോഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. 0.1 ആംപിയർ ആണ് അതിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ അത് അതിന്റെ കറണ്ട് സോഴ്സ്. അപ്പോൾ ഈ പാരലായിട്ട് റെസിസ്റ്റൻസ് വരുമ്പോൾ ഈ കറണ്ടിന്റെ നേരെ പകുതി എന്നുള്ളതാണ് /2 നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും കറണ്ട്. അപ്പോൾ 0.05 ആംപിയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. 17ാമത്തെ ചോദ്യം, ദി കപ്പാസിറ്റർ ഇൻ ആൻ RC ഡിസ്ചാർജിംഗ് സർക്യൂട്ട് ലൂസസ് 80% ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ ചാർജ് ഇൻ എ സർട്ടൻ ടൈം t. ഫൈൻഡ് ടൈം ഇൻ ടേംസ് ഓഫ് RC. അപ്പൊ ഇത് കപ്പാസിറ്ററിന്റെ പ്രോബ്ലം ആണ്. അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 1.609 RC എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ പരിശോധിച്ചത് തന്നെ കുറെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ് AB പ്ലസ് A' C പ്ലസ് BC ഈസ്. അപ്പൊ ഇത് ബൂളിയൻ എക്സ്പ്രഷന്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ AB പ്ലസ് A' C എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സിയും സിമിലർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം ഓപ്ഷൻ എ ആണ്. 19ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൂളിയൻ എക്സ്പ്രഷൻസ് നോട്ട് കറക്റ്റ്ലി റെപ്രസെന്റ്സ് എക്സ്ക്ലൂസീവ് ഓർ അല്ലെങ്കിൽ XOR ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യാത്ത എക്സ്പ്രഷൻ ഏതാണ്? ഈ 3 എക്സ്പ്രഷൻസ് നമ്മൾ നോക്കുമ്പോൾ XOR ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യും. പക്ഷേ ഓപ്ഷൻ ഡി A+B എന്നുള്ളത് എന്താണ്? അത് നമ്മുടെ നാൻഡ് ഗേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതല്ല, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എ കപ്പാസിറ്റർ ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ബ്ലോക്കിംഗ് കപ്പാസിറ്റർ. അത് എപ്പോഴാണ് ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്? ഇറ്റ് ബ്ലോക്സ് DC കറന്റ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ കോമൺ കളക്ടർ ട്രാൻസിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? കറന്റ് ഗെയിൻ ഇസ് നിയർലി യൂണിറ്റി അല്ല, ലോ ഇൻപുട്ട് അല്ല, ഹൈ ഇൻപുട്ട് ആണ്, ഹൈ ബാൻഡ് വിഡ്ത്ത് അല്ല, ലോ ബാൻഡ് വിഡ്ത്ത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വോൾട്ടേജ് ഗെയിൻ നിയർലി യൂണിറ്റി എന്നുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 22ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ കമ്പയർഡ് ടു എ സെന്റർ ടാപ്പ്? അപ്പൊ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ്. ആദ്യത്തെ എയും ബിയും തെറ്റാണ് തന്നിരിക്കുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയറിന് ഒരുപാട് ഡയോഡ് വേണം, ഹയർ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ വേണം. പക്ഷേ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ലോവർ PIV റിക്വയർമെന്റ് ഫോർ ഡയോഡ്സ് എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ. 23ാമത്തെ ചോദ്യം, വിച്ച് സ്പെസിഫിക് ന്യൂ ഫിസിക്കൽ ഫിനോമിന വാസ് uniquely predicted as a consequence of Maxwell's addition of the displacement current term to Ampere circuit law. അപ്പൊ ഇത് മാക്സ്വെൽസിന്റെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് നോക്കുമ്പോൾ ഓപ്ഷൻ എ പ്രൊപ്പഗേഷൻ ഓഫ് സെൽഫ് സസ്റ്റൈനിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ വാക്വം എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. 24ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെന്റ് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് ദ കീ അഡ്വാൻറ്റേജ് ഓഫ് പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ ഓവർ സ്റ്റാൻഡേർഡ് LC ഓർ RC ഓസിലേറ്റർ? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്? ഓപ്ഷൻ എ, ദേ പ്രൊവൈഡ് എക്സെപ്ഷണലി ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആൻഡ് സുപ്പീരിയർ ക്വാളിറ്റി. അപ്പോൾ ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിയും സുപ്പീരിയർ ക്വാളിറ്റി ഫാക്ടറും ആണ് ഈ പറഞ്ഞ പീസോ ഇലക്ട്രിക് ഓസിലേറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. 25ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ, കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ 2 റിസർവോയർസ് അറ്റ് ടെമ്പറേച്ചർ 500 Kelvin ആൻഡ് 300 Kelvin. വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ എഫിഷ്യൻസി? 1 - TH/TC എന്നുള്ള ഇക്വേഷൻ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ 40%. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. 26ാമത്തെ ചോദ്യം, കാനോനിക്കൽ എൻസെംബിൾ ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് സിസ്റ്റംസ് that all share the same temperature, volume and number of particles. സിമ്പിൾ ആണ്, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. According to the equipartition theorem, which is the average energy per translation degree of freedom for a molecular temperature T? Option A, half kT എന്നുള്ളതാണ് equipartition theorem അനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ. A plano convex lens is made up of a glass of refractive index 1.50. If the radius of the curved surface is 40 cm, the focal length of the lens, അപ്പോൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്തുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻ ബി 80 cm ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 29ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ദ ടോട്ടൽ ആംഗുലർ വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ ബ്രൈറ്റ് മാക്സിമം ഇൻ ദ ഫ്രാൻഹോവർ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് എ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് 12 × 10⁻⁵ cm when the slit is illuminated by monochromatic light of wavelength 600 nanometer is. ഇത് നമ്മൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 60 ഡിഗ്രി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 30ാമത്തെ ചോദ്യം, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ, വാട്ട് ഡിഫൈൻ ദ ബ്രീസ്റ്റർ ആംഗിൾ? ബ്രീസ്റ്റർ ആംഗിൾ എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു? ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വേർ ദ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതാണ് ബ്രീസ്റ്റർ ആംഗിൾ എന്ന് നമ്മൾ പറയുക. അത് സിമ്പിൾ ആണ്, 30A. 31, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് പ്രൈമറി ഡിറ്റർമൈൻസ് ദ റിസോൾവിംഗ് പവർ ഓഫ് എ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്? ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് റിസോൾവിംഗ് പവറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈമറി ഫാക്ടർ ഏതാണ്? ഓപ്ഷൻ ഡി, ദ ടോട്ടൽ നമ്പർ ഓഫ് റൂൾഡ് ലൈൻസ് ഓൺ ദ ഗ്രേറ്റിംഗ് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. 31. 32ാമത്തെ ചോദ്യം, വൈ ഈസ് എ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എസെൻഷ്യൽ ഫോർ എ ലേസർ ആക്ഷൻ? ലേസർ ആക്ഷന്റെ മെറ്റാൽ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്തിനാണ് ആവശ്യം?
പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാക്കിയെടുക്കാനാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 33ാമത്തെ ചോദ്യം, വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം സ്പെക്ട്രൽ എമിഷൻ ഫ്രം ദ ബ്ലാക്ക് ബോഡി ഈസ്. ഓപ്ഷൻ സി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ് കറക്റ്റ് ആയിട്ട്, ഇത് ഡയറക്റ്റ് നമ്മുടെ ചോദ്യമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 34ാമത്തെ ചോദ്യം, ദ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എസെൻഷ്യലി അസേർട്സ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്താണ് സെക്കൻഡ് ലോയിൽ പറയുന്നത്? ഹീറ്റ് കനോട്ട് സ്പോണ്ടേനിയസ്ലി ഫ്ലോ ഫ്രം എ കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ വർക്ക്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, സ്റ്റേറ്റ്മെന്റിന്റെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 35ാമത് ചോദ്യം, ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് വിച്ച് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ ഫേസ് സ്പേസ് ഓഫ് എ സിസ്റ്റം കണ്ടെയ്നിങ് n ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾസ് വിത്ത് നോ ഇന്റേണൽ സ്ട്രക്ചർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി 6n എന്നുള്ളതാണ്. 36ാമത് ചോദ്യം, ഇൻ ദ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ വാട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മോസ്റ്റ് ലൈക്ലി ഫോർ എ പാർട്ടിക്കിൾ ടു ഹാവ് നിയർ ദ പീക്ക് ഓഫ് ദ കർവ്. അപ്പോൾ ദ മോസ്റ്റ് പ്രൊബബിൾ സ്പീഡ്, അതായത് ഓപ്ഷൻ ഡി വരുമ്പോഴാണ് ഈ സംഗതി സംഭവിക്കുന്നത്. പീക്കിൽ ഈ പറഞ്ഞ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിൽ അതിന്റെ പീക്കിലേക്ക് എത്തുന്നത് മോസ്റ്റ് പ്രോബബിൾ സ്പീഡിന്റെ സമയത്താണ്. 37ാമത്തെ ചോദ്യം, മില്ലർ ഇൻഡിസസുമായി ബന്ധപ്പെട്ട് കാൽക്കുലേറ്റ് ദ മില്ലർ ഇൻഡിസസ് ഓഫ് ദ ക്രിസ്റ്റൽ പ്ലെയിൻ ഹൂസ് ഇന്റർസെപ്റ്റ്സ് ആർ 3a, 6b ആൻഡ് 3c. 2, 1, 2 മില്ലർ ഇൻഡിസസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. ഇനി ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ്. ദ വേവ് ഫംഗ്ഷൻ സൈ സ്ക്വയർ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ റെപ്രസെന്റ്സ്. അപ്പൊ ഷ്രോഡിംഗർ വേവ് ഫംഗ്ഷനിലെ സൈ സ്ക്വയർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഓഫ് എ ഗിവൺ എനർജി. അത് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ ഓൺലി 3 എന്നുള്ളതാണ്. മറ്റേതൊരു ആംപ്ലിറ്റ്യൂഡോ ഈഗൻ ഫംഗ്ഷൻസോ ഒന്നും അല്ല. 39ാമത് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? പാക്കിംഗ് ഫ്രാക്ഷൻ ക്യാൻ ഹാവ് ഓൺലി പോസിറ്റീവ് വാല്യൂ. തെറ്റാണ്. എ പോസിറ്റീവ് വാല്യൂ ഓഫ് പാക്കിംഗ് ഫ്രാക്ഷൻ ഇംപ്ലൈസ് ദ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയർ. കറക്റ്റ് ആണ്. എ പോസിറ്റീവ് വാല്യൂ ഓഫ് പാക്കിംഗ് ഫാക്ടർ ഇംപ്ലൈസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയർ. അല്ല, ഓപ്ഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 40ാമത് ചോദ്യത്തിലേക്ക് വന്നാൽ, ആൻ എക്സാമ്പിൾ ഓഫ് ഓർത്തോറോംബിക് ക്രിസ്റ്റൽ സിസ്റ്റം. ഓർത്തോറോംബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് K2SO4. ഓപ്ഷൻ സി. 41ാമത് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ കൺസിഡറിംഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ 2, ഓപ്ഷൻ 3 ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 3 ആണ്. ഇഫ് ദ ഒബ്ജക്ട് ഈസ് എക്സ്ട്രീംലി മൈന്യൂട്ട് ഇറ്റ് വിൽ സഫർ എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ ഓർ വെലോസിറ്റി ബൈ ദി ഇമ്പാക്ട് ഓഫ് ലൈറ്റ് ഫോട്ടോൺസ്. If the object is of reasonable size, its position or velocity will not be altered by the impact of light photons. Okay, അതാണ് ഈ രണ്ട് ഓപ്ഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 42ാമത്തെ ചോദ്യം, വിച്ച് വൺ ഈസ് എ പോസ്റ്റുലേറ്റ് ഓഫ് വേവ് മെക്കാനിക്സ്. വേവ് മെക്കാനിക്സിന്റെ പോസ്റ്റുലേറ്റ് ഏതാണ്? ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും വേവ് മെക്കാനിക്സിന്റെ പോസ്റ്റുലേറ്റ് തന്നെയാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാവും. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ഇസ് ദ കറക്റ്റ് ആൻസർ. 43ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. കറക്റ്റ് അല്ലാത്തത് ഏതാണ്? ബോർസ് തിയറി ഹെൽപ്ഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ബോർ അറ്റോമിക് മോഡൽ കുഡിന്റ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. അത് തെറ്റാണ്. ബോർസ് തിയറി പ്രൊവൈഡഡ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദ ഷേപ്സ് ഓഫ് ദ മോളിക്യൂൾസ്. അതും തെറ്റാണ്. ഓപ്ഷൻ സി ഓൺലി 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 44ാമത്തെ ചോദ്യം വീണ്ടും സ്റ്റേറ്റ്മെന്റ് വൈസ്, വിച്ച് സീരീസ് ഓഫ് ലൈൻസ് ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം അപ്പിയേഴ്സ് ഇൻ ദ വിസിബിൾ റീജിയൻ. വിസിബിൾ റീജിയനിൽ വരുന്ന ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ലൈൻസ് ഏതൊക്കെയാണ്? ഇതൊന്നും അല്ല, നൺ ഓഫ് ദി അബവ് ആണ് കറക്റ്റ് ആൻസർ. 44. 45, വിച്ച് പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബ് ഏതാ? ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ? ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓപ്ഷൻ ഡി ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. 46ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടെയ്ൻഡ് വിത്ത് എ ഫേസ് സെന്റേർഡ് ക്യൂബിക് സെന്റർ. FCCയിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നുള്ളതാണ്. 4. FCCയുടെ യൂണിറ്റ് സെല്ലിൽ 4 നമ്പർ ഓഫ് ആറ്റംസ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ആണ്. 47ാമത്തെ ചോദ്യം, നെയിം ദ ഡിഫക്റ്റ് ഇൻ ക്രിസ്റ്റൽസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ ഷിഫ്റ്റിംഗ് ഓഫ് ആൻ അയോൺ ഫ്രം ഇറ്റ്സ് നോർമൽ പൊസിഷൻ ടു ആൻ ഇന്റർസ്റ്റേഷ്യൽ പൊസിഷൻ. അപ്പൊ അതിനെയാണ് എന്ത് ഡിഫക്റ്റ് എന്ന് പറയാം? ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയാം. ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പൊ ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്നാണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 48ാമത്തെ ചോദ്യം, എലമെന്ററി പാർട്ടിക്കിൾസ് ഓഫ് നോൺ ഇന്റഗ്രൽ സ്പിൻ. അതിനെന്താ പറയുക? ഫെർമിയോൺസ് എന്ന് പറയുക. എലമെന്ററി പാർട്ടിക്കിൾസ് ഓഫ് നോൺ ഇന്റഗ്രൽ സ്പിന്നിനെ ഫെർമിയോൺസ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 49ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ. ശരിയല്ലാത്തത്. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളുണ്ട്, 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ തെറ്റ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സർട്ടൻ മെറ്റീരിയൽസ് ടു കണ്ടക്ട് ഡയറക്റ്റ് കറന്റ് ഇലക്ട്രിസിറ്റി വിത്തൗട്ട് എനർജി ലോസ് വെൻ ദേ ആർ കൂൾഡ് എബോവ് എ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അത് തെറ്റാണല്ലേ? കാരണം ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ വരുമ്പോഴാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. സോ അത് മാത്രമേ തെറ്റായിട്ടുള്ളൂ, മറ്റേ രണ്ടും ശരിയാണ്. ഓപ്ഷൻ ബി ഓൺലി 1 ഇസ് ദ കറക്റ്റ് ആൻസർ. 49ന്റെ 50ാമത് ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. ദ ബോംബാർഡ്മെന്റ് ഓഫ് ബോറോൺ വിത്ത് ആൽഫ പാർട്ടിക്കിൾസ് yields a radioactive isotope of. ഓപ്ഷൻ എ 7n13 + 0n1 എന്നുള്ളതാണ്
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 51ാമത്തെ ചോദ്യം പോയാൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറിനെയാണ്. ഓപ്ഷൻ ബി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോലിബിലിറ്റി ഓഫ് AgCl ഡിക്രീസസ് ഇൻ NaCl അതുപോലെ തന്നെ AgNO3 സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ബി ആൻഡ് സി എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇൻ പേപ്പർ ക്രോമാറ്റോഗ്രഫി ദ സ്റ്റേഷനറി ഫേസ് പേപ്പർ ക്രോമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് വാട്ടർ അബ്സോർബ് പേപ്പർ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 54ാമത്തെ ചോദ്യം സിയോലൈറ്റ്സ് ആർ കെമിക്കലി ഹൈഡ്രേറ്റഡ് അലൂമിനോസിലിക്കേറ്റ്സ്. ഹൈഡ്രേറ്റഡ് അലൂമിനോസിലിക്കേറ്റ്സിന്റെ പേരാണ് സിയോലൈറ്റ്സ് എന്നുള്ളത്. 54ന്റെ ഓപ്ഷൻ എ. 55 ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഫോർ റിമൂവിംഗ് പർട്ടിക്കുലേറ്റ് മാറ്റർ ഫ്രം ഇൻഡസ്ട്രിയൽ എമിഷൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ വെച്ചിട്ടാണ് ഓപ്ഷൻ എ, അതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ എന്ത് ചെയ്യുക, പർട്ടിക്കുലേറ്റ് മാറ്റർ ഇൻഡസ്ട്രിയൽ എമിഷനിൽ നിന്ന് പുറത്ത് കളയുന്നത്. 56ാമത്തെ ചോദ്യം ദി ഓക്സിഡൈസർ കോമൺലി യൂസ്ഡ് ഇൻ സോളിഡ് റോക്കറ്റ് പ്രൊപ്പല്ലൻസ്. ഏതാണ് ഓക്സിഡൈസർ? സോളിഡ് റോക്കറ്റ് പ്രൊപ്പല്ലൻസിൽ ഓക്സിഡൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 57ാമത്തെ ചോദ്യം ഇൻ എ 1D പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ബൗണ്ടറി കണ്ടീഷൻസ് റിക്വയർ ദ വേവ് ഫംഗ്ഷൻ ടു ബി 0 അറ്റ് ദ വോൾസ്. അപ്പോൾ അതായത് 1D പാർട്ടിക്കിളുടെ കേസിൽ ബൗണ്ടറി കണ്ടീഷൻ 0 ആയിരിക്കണം, വേവ് ഫംഗ്ഷൻ 0 ആയിരിക്കണം. 58ാമത്തെ ചോദ്യം എ 2p ഓർബിറ്റൽ കറസ്പോണ്ട്സ് ടു n = 2 l = 1 എന്നുള്ളതാണ് അല്ലെ. p ഓർബിറ്റൽ 2p ഓർബിറ്റലിൽ ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 59ാമത്തെ ചോദ്യം ദ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ അലൗസ് സെപ്പറേഷൻ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ന്യൂക്ലിയർ മോഷൻസ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 60ാമത്തെ ചോദ്യം റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബി ഇസ് പ്രൊപ്പോർഷണൽ ടു. റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബി എന്നുള്ളത് ഇതിൽ ഏതിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ട്? 1/, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. 1/, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. 61ാമത്തെ ചോദ്യം എ മോളിക്യൂൾ ഈസ് സെന്റർ ഓഫ് സിമെട്രിക് ഇഫ് ഇറ്റ് ഹാസ് സെന്റർ ഓഫ് സിമെട്രി. സിമ്പിൾ ആണ്. അതിന് സെന്റർ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ആ മോളിക്യൂളിനെ സെന്റർ ഓഫ് സിമെട്രിക്ക് നമ്മൾ പറയും. 62ാമത്തെ ചോദ്യം ഷോർട്ട് കീ ഡിഫക്ട് ഇൻവോൾവ്സ്. നേരത്തെ നമ്മൾ ഫ്രങ്കൽ ഡിഫക്ട് പറഞ്ഞു. അപ്പൊ ഷോർട്ട് കീ ഡിഫക്ട് എന്താണ്? ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ വേക്കൻസി. അതിനെയാണ് ഷോർട്ട് കീ ഡിഫക്ട്. ആ സമയത്താണ് ഉണ്ടാവുക. ഓപ്ഷൻ സി. 62ന്റെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 63 മാച്ച് ദ ഫോളോയിങ്. കെമിസ്ട്രിയുടെ ഭാഗത്ത് കുറെ മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. നമ്മൾ കുറെ സമയം എടുക്കും. മാച്ച് ദ ഫോളോയിങ് ഓർസ് വിത്ത് മെറ്റൽസ്. ഓറുകളും മെറ്റലുകളും തമ്മിൽ. പക്ഷെ ഇത് സിമ്പിൾ ആണ്, നമുക്ക് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സിന്നബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെർക്കുറിയുടെ ഓറാണ്. അതുപോലെ തന്നെ ഗലേന എന്ന് പറഞ്ഞാൽ ലെഡിന്റെ ഓറാണ്. അതുപോലെ ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന്റെ ഓറാണ്. പിച്ച് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ യുറേനിയത്തിന്റെ ഓറാണ്. സിമ്പിൾ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇത് അത്ര ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമല്ല. 64ാമത്തെ ചോദ്യം ദ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോആക്റ്റീവ് ഐസോട്ടോപ്പ് ഈസ് 10 days. The fraction of the isotope remaining after 50 days will be equation ഉണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 1/32. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 65ാമത്തെ ചോദ്യം ഇൻ ദ യുറേനിയം റേഡിയോ ആക്റ്റീവ് ഡിസന്റഗ്രേഷൻ സീരീസ് ദ സ്റ്റേബിൾ എൻഡ് പ്രോഡക്റ്റ് ഫോംഡ് ഈസ്. യുറേനിയം റേഡിയോ ആക്റ്റീവ് ഡിസന്റഗ്രേഷൻ ആകുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള എൻഡ് പ്രോഡക്റ്റ് എന്താ വരുന്നത്? lead 206 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 66ാമത്തെ ചോദ്യം ദ ന്യൂക്ലിയർ റിയാക്ഷൻ. ഇവിടെ ന്യൂക്ലിയർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്നുള്ളതാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ഷൻ. 67ാമത്തെ ചോദ്യം ഇവരെ മാച്ച് ദ ഫോളോയിങ് ആണ്. റിഫൈനിങ് പ്രോസസ്സും ഓരോ മെറ്റൽസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫൈനിങ് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. A2 മോൺസ് പ്രോസസ് എന്നുള്ളത് നിക്കലിന്റെ റിഫൈനിങ് പ്രോസസ് ആണ്. ഈ പറഞ്ഞ വാൻ ആർക്കൽ മെത്തേഡ് എന്നുള്ളത് സിർക്കോണിയം ടൈറ്റാനിയവും വേർതിരിക്കാനുള്ള മെത്തേഡാണ്. സോൺ റിഫൈനിങ് എന്നുള്ളത് സിലിക്കോണും ജെർമോനിയവും കിട്ടുന്ന മെത്തേഡാണ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്നുള്ളത് കോപ്പറും സിൽവറും നമുക്ക് എടുക്കാനുള്ള മെത്തേഡാണ്. അപ്പൊ ഇതാണ് ഓപ്ഷൻ എ ആണ് 67ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 68ാമത്തെ ചോദ്യം ഇൻ ദ ബോൺ ഹേബർ സൈക്കിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻവോൾവ്. അപ്പോൾ ഈ ബോൺ ഹേബർ സൈക്കിൾ NaCl പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബോൺ ഹേബർ സൈക്കിളിൽ ഉള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. 1, 2, 3 only. ഏതൊക്കെയാണ്? 1 സബ്ലിമേഷൻ, അയണൈസേഷൻ ഓഫ് സോഡിയം ആൻഡ് ഡിസോസിയേഷൻ ഓഫ് ക്ലോറിൻ. ഇത് മാത്രമാണ്. ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ഫോർമേഷൻ ഓഫ് NaCl അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 69ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഡി ബ്രോളി ഹൈപ്പോത്തിസിസ് ഇസ് ഇൻകറക്റ്റ്. ഡി ബ്രോളി ഹൈപ്പോത്തിസിസുമായി ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. ദ ഡി ബ്രോളി വേവ് ലെങ്ത് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. അത് തെറ്റാണ്. അപ്പൊ ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഇതാണ് കറക്റ്റ്. ദ ഡി ബ്രോളി വേവ് ലെങ്ത് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് വെലോസിറ്റി എന്നുള്ളതും കറക്റ്റ് ആണ്. 70ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ ദ കറക്റ്റ് സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് N, L, M and S ഓഫ് ദ 31st ഇലക്ട്രോൺ. ഗാലിയത്തിന്റെ കേസിൽ ഈ ക്വാണ്ടം നമ്പറുകൾ ഏതൊക്കെയാണ്? N = 4, L = 1, M = -1, S = half 1/2 എന്നുള്ളതാണ്. 70 ഓപ്ഷൻ സി. 71ാമത്തെ ചോദ്യം ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് നിക്കൽ ഇൻ
നിക്കൽ NiCO4 ഈസ് അത് ഏതാണ് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് അതിൽ വരുന്നത് ഹൈബ്രിഡൈസേഷൻ എന്നുള്ള ചോദ്യമാണ്. 72ാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പറയുന്ന അതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ഇലക്ട്രോൺസ് ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസ് മേ ഹാവ് ഓപ്പോസിറ്റ് സ്പിൻസ് ബിഫോർ ഹാഫ് ഫില്ലിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 73ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ എമംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് ഒബ്സർവ്ഡ്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇതിൽ ഏതൊക്കെ കോമ്പൗണ്ടുകളാണ് ഉള്ളതെന്നുള്ളതാണ്. 3 and 4 അതായത് നൈട്രോഫിനോളിലും സാലി ആൽഡിഹൈഡിലും മാത്രമാണ് ഈ പറഞ്ഞ എന്ത് വരിക ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വരിക. ഓപ്ഷൻ ബി. 74ാമത്തെ ചോദ്യം ദ ബോണ്ട് ഓർഡർ ഓഫ് ദ ഓക്സിജൻ നൈട്രജൻ ആൻഡ് F2 molecules according to molecular orbital theory 2, 3 and 1. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ബോണ്ട് ഓർഡർ അങ്ങനെയാണ് വരുന്നത്. 75ാമത്തെ ചോദ്യം യൂസിംഗ് ദ ലാൻഡേഴ്സ് ഇക്വേഷൻ ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് Fe2 plus 3d6 in Bohr magnetons is approximately ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് ഇക്വേഷനോട് 4.90. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. According to VSCPR theory, the shape and hybridization of central sulfur atom in SF4 molecules are അത് വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. ഓപ്ഷൻ സി സീസോ ആൻഡ് sp3d എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 77ാമത്തെ ചോദ്യം വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഹോമോജീനിയസ് കാറ്റാലിസിസ്. ഹോമോജീനിയസ് കാറ്റാലിസിന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? ബ്രോമിനേഷൻ ഓഫ് എത്തിലീൻ ഇൻ എ ഗ്ലാസ് വെസൽ. ബ്രോമിനേഷൻ ഓഫ് എത്തിലീൻ ഇൻ എ ഗ്ലാസ് വെസൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 78ാമത്തെ ചോദ്യം ഇൻ ദി അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ് ഓൺ സോളിഡ് അഡ്സോർബന്റ്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? ഡെൽറ്റ എസ് നെഗറ്റീവും ഡെൽറ്റ എച്ച് എൻട്രോപ്പി ഈ പറഞ്ഞ പോലെ എൻതാൽപ്പി നെഗറ്റീവ് രണ്ടും നെഗറ്റീവ് ആയിട്ട് വരും എന്നുള്ളതാണ് ഈ പറഞ്ഞ അഡ്സോർപ്ഷന്റെ കേസിൽ, ഒരു ഗ്യാസ് ഓൺ സോളിഡ് അഡ്സോർബന്റ് കേസിൽ. ദെൻ 79ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി ഡിഫൈൻസ് ദ ഗോൾഡ് നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് റിക്വയർഡ് ടു പ്രിവെന്റ് ദ കോഅഗുലേഷൻ ഓഫ് 10 ml ഓഫ് ഗോൾഡ് സോൾ ഇൻ ദ പ്രസൻസ് ഓഫ് 1 ml ഓഫ് 10% ഓഫ് NaCl. ഇതാണ് കറക്റ്റ് ഡെഫിനിഷൻ ആ ഗോൾഡ് നമ്പറിന്റെ. അത് ഡെഫിനിഷൻ അറിയാമെങ്കിൽ ചെയ്യാം. 80ാമത്തെ ചോദ്യം ഇൻ ദ ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മാക്സിമം നമ്പർ ഓഫ് ഫേസസ് വിച്ച് ക്യാൻ കോ എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയത്തിൽ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഫേസസ് ഏതിന്റെ കേസിൽ? ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് 3 ഫേസുകളെ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ 88th ക്വസ്റ്റ്യൻ. 81 ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ് ഈക്വൽ അമൗണ്ട്സ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആർ പാസ്ഡ് ത്രൂ സൊല്യൂഷൻസ് ഓഫ് CuSO4 ആൻഡ് AgNO3. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ബി ലെസ് സിൽവർ ഈസ് ഡെപ്പോസിറ്റഡ് ദാൻ കോപ്പർ ബിക്കോസ് കോപ്പർ അയോൺസ് ആർ ഡൈവാലന്റ് ആൻഡ് ദിസ് മേക്സ് ദ ഡിപ്പോസിഷൻ പെർ അയൺ ഹയർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 81 ഓപ്ഷൻ ബി ആണ്. 82ാമത്തെ ചോദ്യം റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. ഇക്വേഷനിൽ നിന്ന് വരുന്നതാണത്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 83ാമത്തെ ചോദ്യം വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് എ പാത്ത് ഡിപെൻഡന്റ് തെർമോഡൈനാമിക് ഫംഗ്ഷൻ? W ഇതാണ് പാത്ത് ഡിപെൻഡന്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വർക്കാണ് പാത്ത് ഡിപെൻഡന്റ്, ബാക്കിയൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. What will be the change in entropy of 2 moles of an ideal gas expanding to 10 times its volume at 27 degrees Celsius? അപ്പോൾ എൻട്രോപ്പിയുടെ ചേഞ്ച് എത്ര വരും എന്നുള്ളതാണ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഓപ്ഷൻ എ 38.3 ജൂൾ പെർ കെൽവിൻ എന്നുള്ളതാണ് ആൻസർ. 85ാമത്തെ ചോദ്യം based on the reaction 2SO2 plus O2 gives 2SO3 plus 198 kilojoule per mole. The decomposition of SO3 will be favored. Option B at a low pressure and high temperature. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് ചിന്തിച്ച് എഴുതേണ്ട ഒരു ചോദ്യമാണ്. 86ാമത്തെ ചോദ്യം ചൂസ് ദ റോങ് റിലേഷൻഷിപ്പ് എമോങ് ദ ഫോളോയിങ്. റോങ് റിലേഷൻഷിപ്പ് ഏതാണെന്നുള്ളതാണ് ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ തെറ്റെന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ്. KP=KX V⁻⁴ എന്നുള്ളതാണ് തെറ്റ്. 87ാമത്തെ ചോദ്യം ഇൻ എ റിയാക്ഷൻ ബിറ്റ്വീൻ A and B doubling A quadruples the reaction rate and tripling B makes the rate 1/3 of its original value. What will be the overall order of the reaction? ഓപ്ഷൻ എ ആണ് 1 എന്നുള്ളതാണ് അതിന്റെ ഓവറോൾ ഓർഡർ വരിക. ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ. 88ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ് ഈസ് ഇൻകറക്റ്റ്? ഫ്ലൂറസെൻസിന്റെ ഫോസ്ഫോറസെൻസിന്റെ കേസിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ്. ഫോസ്ഫറസെൻസ് ഈ ഡിലേഡ് റേഡിയോ ആക്റ്റീവ് ട്രാൻസിഷൻ ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ് ഓഫ് സെയിം മൾട്ടിപ്ലിസിറ്റി. അത് തെറ്റാണ്. 89ാമത്തെ ചോദ്യം
ദ മോസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ട് അനിലൈൻ ആണ് വരുന്നത്. ഓപ്ഷൻ ബി അനിലൈൻ ഈസ് ദ കറക്റ്റ് ആൻസർ. 90ാമത് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺസ് ഈസ് ആരോമാറ്റിക്? ആരോമാറ്റിക് ആയിട്ടുള്ള അയോൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സൈക്ലോ പെന്റാഡിനൈൽ അനയോൺ ആണ് ഈ പറഞ്ഞ ആരോമാറ്റിക് അയോൺ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 91ാമത് ചോദ്യം, ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഫോർ പോളിമറൈസേഷൻ ഓഫ് ഒളിഫിൻസ്. ഒളിഫിൻസിന്റെ പോളിമറൈസേഷൻ ഏത് കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നുള്ള? സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അല്ലെ. പോളിമറൈസേഷൻ ഓഫ് ഒളിഫിൻസിന് വേണ്ടി സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 92ാമത് ചോദ്യം, സീക്വൻസ് ഇൻ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയിക് ആസിഡ്. ന്യൂക്ലിയിക് ആസിഡിന്റെ സ്ട്രക്ചറിലുള്ള സീക്വൻസ് ഏതാണ്? ബേസ് പ്ലസ് പെന്റോസ് പ്ലസ് ഫോസ്ഫേറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 93ാമത് ചോദ്യം, വൈറ്റമിൻ ദാറ്റ് കണ്ടെയ്ൻസ് ബോത്ത് നൈട്രജൻ ആൻഡ് സൾഫർ. നൈട്രജനും സൾഫറും ഏത് വൈറ്റമിനിലാണുള്ളത്? വൈറ്റമിൻ B1 വൈറ്റമിനുമായി ബന്ധപ്പെട്ട ചോദ്യം. 94ാമത് ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് എക്സിബിറ്റ് സ്റ്റീരിയോ ഐസോമെറിസം. സ്റ്റീരിയോ ഐസോമെറിസം കാണിക്കുന്ന ഏത് കോമ്പൗണ്ട് ആണ്? 2-methyl butonic acid എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 95ാമത് ചോദ്യം, ദി എക്സ്ട്രാ ഓർഡിനറി സ്റ്റെബിലിറ്റി ഓഫ് കാർബൺ ബോൺസ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈസ് പ്രൈമർലി ഡ്യൂ ടു ഹൈ ബോണ്ട് എൻതാൽപ്പി റിസൾട്ടിംഗ് ഫ്രം എഫക്റ്റീവ് PP ഓവർലാപ്പ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 96ാമത് ചോദ്യം, ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ CC സിംഗിൾ ബോണ്ട് ഓഫ് HCCH ഈസ്. ഹൈബ്രിഡൈസേഷനിൽ നിന്ന് കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അടുത്തൊരു ചോദ്യമാണ് sp2 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 97ാമത് ചോദ്യം, ചൂസ് ദ കറക്റ്റ് IUPAC നെയിം ഏതാണ് ഈ തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചോദ്യമാണ്. 2-methyl butanol എന്നുള്ളതാണ്. 2-methyl butanol എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 98 വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കോമ്പൗണ്ടുകളും ഇവിടെ ലിസ്റ്റ് 2 ആയിട്ട് എങ്ങനെയാണ് അത് മാച്ച് ആവുന്നത് എന്നുള്ളതാണ്. ഇത് കറക്റ്റ് അല്ല, ഇതിലൊന്നും ഒരു ലിസ്റ്റ് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റ് അല്ല. സോ നൺ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഡിഡക്ട് ചെയ്യുന്ന ആൻസർ. 99ാമത് ചോദ്യം, റീസണബിൾ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ ഡസ് നോട്ട് ഹാവ് ഐഡന്റിക്കൽ ബോണ്ടിങ് എന്നുള്ളതാണ് 99ന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ഐഡന്റിക്കൽ ബോണ്ടിങ് എന്നുള്ളതാണ്. 100th ക്വസ്റ്റ്യന്റെ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് ന്യൂക്ലിയോഫിലിസിറ്റി. ന്യൂക്ലിയോഫിലിസിറ്റി ഏറ്റവും കൂടുതൽ CH3- ഓപ്ഷൻ സി CH3- ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോഫിലിസിറ്റി വരുന്നത്. അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങൾ, ഇത്രയാണ് പ്രധാനപ്പെട്ട നമ്മുടെ I+ തയ്യാറാക്കിയിട്ടുള്ള ടെന്റേറ്റീവ് ആൻസർ കീ പ്രകാരം ഇതൊക്കെയാണ് ആൻസർ വരുന്നത്. ഇതിൽ ചെറിയ മിസ്റ്റേക്കുകൾ വന്നേക്കാം. പ്രൊവിഷണൽ ആൻസർ കീ വീണ്ടും വരും, അതിനുശേഷം ഫൈനൽ ആൻസർ കീ വരും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക, എത്ര മാർക്ക് കിട്ടിയെന്ന് പറയുക, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞു, ഇനിയും മുമ്പിൽ പരീക്ഷകളുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.